മാനസികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതിന് ആയുർവേദം പൊതുവെ ഉപയോഗിക്കുന്ന രീതിയാണ്. പക്ഷേ നമ്മളുടെ BBN തെറാപ്പിയും ആയുർവേദവും കൂടി ഒരേപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ, അത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സാധാരണ മെഡിറ്റേഷൻ തെറാപ്പികൾ മാത്രം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫലവത്താണ്. ഇതുപോലെയുള്ള സ്പിരിച്വൽ ഗാദറിങ് പലപ്പോഴും നമ്മൾ ഗാദറിങ്സ് വെക്കാറുണ്ട്, ഫാമിലി മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് വെക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ഫാമിലി മീറ്റിംഗ്, ഒരു സ്പിരിച്വൽ ഗാദറിങ് വെക്കുന്നത്. അപ്പൊ ഇതിനുള്ള പ്രചോദനം എന്നാൽ നമുക്കിപ്പോ കുറെ നാളുകളായിട്ട് ഓൺലൈനിലുള്ള കൂട്ടായ്മകളാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി വരുമ്പോഴാണ് അതിന്റെ ഒരു ശരിയായ രീതിയിലേക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ ആ പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നേരിട്ട് തെറാപ്പികൾ വെക്കുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതിന് ആയുർവേദം പൊതുവെ ഉപയോഗിക്കുന്ന രീതിയാണ്. പക്ഷേ നമ്മളുടെ BBN തെറാപ്പിയും ആയുർവേദവും കൂടി ഒരേപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ, അത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സാധാരണ മെഡിറ്റേഷൻ തെറാപ്പികൾ മാത്രം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫലവത്താണ്. അതിൽ നിന്ന് കൂടുതൽ ഫലം ഉണ്ടാവും. എല്ലാവർക്കും തന്നെ മാനസികമായ ചില വൈകല്യങ്ങളും ചില രീതികളും ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടറും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനപരമായി ഉണ്ടായി വരുന്നത് തന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ബ്രെയിനിൽ രൂപീകരിക്കുന്ന ചില ന്യൂറോൺസ് ചേഞ്ചിലൂടെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അവിചാരിതമായി കിട്ടിയ ഒരു ബുക്കിലൂടെ, എൻ്റെ അച്ഛൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചില ബുക്കുകളിൽ നിന്നും മെസ്മറിസവും ഹിപ്നോട്ടിസവും എന്ന ഒരു ബുക്കിലൂടെയാണ് ഞാൻ ഹിപ്നോട്ടിസം എന്താണ്, മനസ്സെന്താണ്, ഇതിന് ഇത്രയും പവർ ഉണ്ടോ, ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണോ എന്ന് ഒരു ഗവേഷണം തുടങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഹിപ്നോട്ടിസം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത്. അങ്ങനെ അന്നുണ്ടായിരുന്നത് ഈ മനോരമ പത്രത്തിൽ വരുന്ന ഒരു
പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഹിപ്നോട്ടിസം കറസ്പോണ്ടൻസ് ആയി പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനകത്ത് ഹിപ്നോട്ടിസം പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് മെറ്റീരിയൽസ് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു വരുന്ന രീതിയാണെന്ന്, ഓൺലൈൻ ഒന്നുമില്ല. അപ്പൊ അതിൽ തന്നെ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു, ഇത് ആരോടും പറയരുത്, ആ മെറ്റീരിയൽ കൈമാറരുതെന്ന്. അതുകൊണ്ട് തന്നെ ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഹിപ്നോട്ടിസത്തില് പഠിച്ചു വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് മനസ്സിനെ ഒരുപാട് മാറ്റാൻ പറ്റും.